നമ്മളിങ്ങനെ മരിച്ചു കിടക്കുന്നു. കുറെ ആളുകൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നു. നമുക്ക് പരിചയമുള്ള പലരും കയറി വരുന്നു. ആ വരുന്നവരെ ഒന്നും സ്വീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അവർ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ചിലപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി അവരങ്ങനെ തന്നെ തിരിച്ചങ്ങോട്ട് നടക്കുന്നു. അവർ കുറച്ച് ബോധമുള്ളവരാണെങ്കിൽ ഒരു ഫാത്തിഹ ഓതി നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഓ പെൺകുട്ടികളെ, നിങ്ങൾ ധരിച്ച ആ സ്വർണങ്ങളില്ലേ, അത് മുഴുവനും അഴിച്ചു വെച്ചുപോയി. ഓ ചെറുപ്പക്കാരെ, എന്റെയും നിങ്ങളെയും വസ്ത്രം അഴിച്ചു വെച്ചുപോയി. മോതിരം ഊരിപ്പോയി, കണ്ണട മാറ്റി വെച്ചുപോയി, വാച്ച് അഴിച്ചു വെച്ചുപോയി. നമ്മളെല്ലാവരും ഒരൊറ്റ കിടത്തം കിടക്കുകയാണ്. ആ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതാളുകൾ കുളിപ്പിച്ച് കഫൻ തുണി കൊണ്ടുവന്ന് നമ്മളെ പൊതിയുകയാണ്. ആ പൊതിയുന്ന സമയത്ത് നേരത്തെ തുള്ളിച്ചാടിയതിന്റെ കാലില്ലേ, ആ കാലിന്റെ വിരലുകൾക്കിടയിൽ പരുത്തി വെച്ചുപോയി, കൈവിരലുകൾക്കിടയിൽ പരുത്തി വെച്ചുപോയി, കണ്ണിന്റെ മേലെ പരുത്തി വെച്ചുപോയി, മൂക്കിന്റെ അടുക്കൽ പരുത്തി വെച്ചുപോയി, തൊള്ളയുടെ അടുക്കൽ പരുത്തി വെച്ചുപോയി, കക്ഷത്ത് പരുത്തി വെച്ചുപോയി. അതിന്റെ ശേഷം 3 കഷ്ണം തുണി കൊണ്ട് പൊതിയുകയാണ്. അങ്ങനെ പൊതിഞ്ഞിട്ട് എടുത്തു കൊണ്ടുപോവുകയാണ്. നിനക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് ചോദിക്കട്ടെ, നേരത്തെ നിന്റെ ആ വധൂവരന്മാരായി ജീവിതത്തിലേക്ക് ആരംഭിക്കുന്ന സമയം നിന്റെ കൂടെ തുള്ളിച്ചാടിയവർ നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തുള്ളിച്ചാടുന്നുണ്ടോ? നിനക്കതിൽ വല്ല അനുഭവവും ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ? നീ അതാ ഖബറിലേക്കാണ് പോകുന്നത്. ആ ഖബറിന്റെ അടുക്കൽ കൊണ്ടുപോയി അതിനു മുമ്പ് നിനക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച് അവർ നിന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് ആ ഖബറിന്റെ മേലെ മിൻഹാ ഖലഖനാകും വമിൻഹാ വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് ചൊല്ലി 2 കൈയും കൂട്ടി വാരി മണ്ണിട്ട് മൂടിയിട്ട് അവരവരുടെ വഴിക്കേക്ക് പോകുമ്പോ നീ നിന്റെ ഖബറിൽ ഒറ്റക്കാണ് കേട്ടോ. നിന്റെ അഹങ്കാരം എവിടെ? നിന്റെ ശക്തി പ്രകടനം എവിടെ? നിന്റെ തോന്നിവാസം എവിടെ? ഹറാമും ഹലാലുമില്ലാത്ത ജീവിതം എവിടെ? നിന്റെ എല്ലാം നിന്നുപോയില്ലേ? ആ ഖബറിൽ എത്ര കാലമാണ് നീയും ഞാനും കഴിച്ചു കൂട്ടേണ്ടത്? അതിനുശേഷം പിന്നെ നമുക്കുള്ള അല്ലാഹുവിന്റെ കോടതിയല്ലേ? ഇതെല്ലാം അനുഭവിക്കേണ്ട മനുഷ്യൻ ഈ ഭൂമിയിൽ അഹങ്കാരം പ്രകടിപ്പിക്കരുത്.